ഇമാം ബുഖാരി തങ്ങൾ ഉദ്ധരിച്ചതാ. നായ്ക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്ന പള്ളി. പക്ഷെ അവിടെ നിസ്കരിച്ചിരുന്ന ആളുകളുടെ മനസ്സിന് നല്ല മനോഹാരിത ഉണ്ടായിരുന്നു. നമ്മുടെ പള്ളിക്ക് നല്ല മനോഹാരിതയുണ്ട്, മനസ്സിന് മനോഹാരിതയില്ല. ഇതിൻ്റെ ഒരു തുടക്കം നമ്മൾ പരിശോധിച്ചാൽ അത് മനുഷ്യനെ പിടികൂടുന്നൊരു പിശാച്ചാണ്. ഇത് പിടികൂടി കഴിഞ്ഞാൽ പിന്നെ ഉമ്മയുമില്ല, ഉപ്പയുമില്ല, ആങ്ങളയുമില്ല, പെങ്ങളുമില്ല. ആ തരത്തിൽ മനുഷ്യൻ മൃഗമാവും. നാലാമത്തേത്, കുട്ടികൾ ഇതിന്റെ മതവിധി കൃത്യമായി മദ്രസകളിൽ പോയി മതപാഠശാലയിൽ പോയി പഠിച്ചിട്ടില്ല. എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്? ഇൽസമു ഔലാദക്കും വ അക്സനു ആദാബക്കും എന്നാണ്. നമ്മൾ കുട്ടികളെ ചേർത്ത് പിടിക്കണം. നമ്മുടെ കുട്ടി വലുതായി എന്ന് കരുതി അവനങ്ങ് കയറൂരി വിടരുത്. 1-ാം ക്ലാസ്സിൽ കുട്ടി പഠിക്കുമ്പോൾ നമ്മൾ കുട്ടിയുടെ പിന്നാലെ ഉണ്ടാവും. ബാഗ് എടുത്തു കൊടുക്കാൻ, വസ്ത്രം എടുത്തു കൊടുക്കാൻ, വെള്ളക്കുപ്പി കൊടുക്കാൻ. അവൻ യു പിയിലെത്തുമ്പോൾ നമ്മൾ കുറേയൊക്കെ അവൻ്റെ വിഷയങ്ങൾ അന്വേഷിക്കും. അവൻ അത് കഴിഞ്ഞ് ഹൈസ്കൂളിലെത്തി 10-ാം ക്ലാസ്സിലൊക്കെ ആകുമ്പോഴേക്കും A+ കിട്ടുന്ന കാര്യം മാത്രമേ അവനോട് സംസാരിക്കാറുള്ളൂ. A+ വേണം, A+ വേണം. അവന് സ്നേഹം കൊടുക്കാറുണ്ടോ? അവനോട് നല്ല നിലക്ക് സംസാരിക്കാറുണ്ടോ? അവൻ്റെ കൂട്ടുകാരാരാണെന്ന് പരിശോധിക്കാറുണ്ടോ? പലപ്പോഴും മാതാവും പിതാവും ശണ്ട കൂടുന്ന വീട്ടിലെ കുട്ടികൾ മദ്യപാനികളാകാറുണ്ട്, മയക്കുമരുന്നിലേക്ക് പോകാറുണ്ട്, വിഷാദ രോഗികളാവാറുണ്ട്. ഹൃദയങ്ങളിൽ ഗുണമില്ലാതാവുക, ഹൃദയം നന്മയില്ലാത്ത ഹൃദയങ്ങളാവുക. പള്ളിയിൽ അടുത്ത് നിൽക്കുന്നവർ പോലും തമ്മിൽ സ്നേഹമില്ല, ബന്ധങ്ങളില്ല. ആ ഒരു അവസ്ഥയിൽ നമ്മൾ നമസ്കരിക്കുന്നു. നിസ്കാരം തന്നെ ഒരു ഐക്യത്തിൻ്റെ പ്രതീകമാണ്. ഐക്യം നഷ്ടപ്പെട്ടു. സ്വാർത്ഥ താല്പര്യമുള്ളവരായി പലരും. യഥാർത്ഥ ഇസ്ലാമിലേക്ക് ആളുകൾ മടങ്ങിയാൽ ഈ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം ഉണ്ടാവും. ആൽക്കഹോൾ ഉൾക്കൊള്ളുന്ന സാധനങ്ങളാണ് ആദ്യം ലഹരിക്കായി ഉപയോഗിച്ചു വരുന്നത്. പിന്നീട് പല സസ്യങ്ങളും മറ്റു കാര്യങ്ങളുമൊക്കെയായി വന്നു. ഇതിൻ്റെ ഒരു തുടക്കം നമ്മൾ പരിശോധിച്ചാൽ അത് മനുഷ്യനെ പിടികൂടുന്നൊരു പിശാച്ചാണ്. ഇത് പിടികൂടി കഴിഞ്ഞാൽ പിന്നെ ഉമ്മയുമില്ല, ഉപ്പയുമില്ല, ആങ്ങളയുമില്ല, പെങ്ങളുമില്ല, ആങ്ങളയില്ല, പെങ്ങളില്ല. ആ തരത്തിൽ മനുഷ്യൻ മൃഗമാവും. ജാതി ബന്ധങ്ങളില്ല, മാനുഷിക ബന്ധങ്ങളില്ല. അവനൊരു പ്രത്യേക ജീവിയായി മാറുകയാണ്. 2 കാലിൽ ഷാപ്പിൽ കയറുന്ന ഒരാൾ 4 കാലിൽ തിരിച്ചിറങ്ങുന്നു എന്ന് സാധാരണ പറയാറുണ്ട്. താമരശ്ശേരിയിൽ ഒരു ചെറുപ്പക്കാരൻ ഉമ്മയെ അറുത്തു കൊന്നു. അതുപോലെ തന്നെ അഫാൻ എന്നൊരു ചെറുപ്പക്കാരൻ തിരുവനന്തപുരം വെഞ്ഞാറമൂട്ടിൽ എത്ര പേരെയാണ്? 5 പേരെയാണ് അപകടപ്പെടുത്തിയത്. ഇപ്പോൾ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന ഈ പ്രവർത്തനം സ്കൂളുകളിലും കോളേജുകളിലുമൊക്കെ കുട്ടികൾക്ക് ഇത് യഥേഷ്ടം ലഭ്യമാകുന്നു. രക്ഷിതാക്കൾ ഇത് ഉപയോഗിക്കുന്നുണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് നമ്മൾ ഈ വ്യതിചലനത്തിൽ നിന്നും നമ്മുടെ സമൂഹത്തെ, പ്രത്യേകിച്ച് മുസ്ലിം സമൂഹത്തെ, എല്ലാ സമൂഹത്തിലും ഇത് ഗൗരവമാണെങ്കിലും ഇസ്ലാം ഇത് നിരോധിച്ചൊരു കാര്യമാണ്. മറ്റു മതങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരിൽ പലതരത്തിലുള്ള മതപരമായ ശാസനകളും ഉണ്ടാകും. അത് അവരുടെ മതപരമായ ബാധ്യതകളും അതുപോലെ തന്നെ നിർണീത കാര്യങ്ങളുമാണ്. പക്ഷെ ഇസ്ലാം ഖണ്ഡിതമായി പറഞ്ഞു ഇത് ഉപയോഗിക്കുന്നത് തെറ്റാണ്. ഹറാം എന്ന് പറഞ്ഞാൽ ഒരു മുസ്ലിമായ മനുഷ്യൻ ഉപയോഗിക്കാൻ പാടില്ലാത്തതാണ്, ചെയ്യാൻ പാടില്ലാത്തതാണ്. ചെയ്താൽ കണിശമായും കുറ്റം കിട്ടുന്ന കാര്യമാണ്. അപ്പോൾ അള്ളാഹുവിനെ വിശ്വസിക്കുന്ന ഒരു മനുഷ്യൻ ഒരിക്കലും അത് ചെയ്യാൻ പാടില്ല. ഇങ്ങനെ മതവിധി പുറപ്പെടുവിച്ച ഒരു മതമാണ് ഇസ്ലാം. ഞാൻ മനസ്സിലാക്കിയിടത്തോളം മറ്റൊരു മതവും അങ്ങനെ മദ്യം കഴിക്കരുത് എന്ന മതവിധി പുറപ്പെടുവിച്ചതായിട്ട് അറിയില്ല. ധാർമ്മികതയുടെ ഭാഗമായി അവർ ഉപയോഗിക്കാതിരിക്കും, മാന്യത കാണിക്കും. നേരെ മറിച്ച് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഈ മതവിലക്ക് പരിധി കടന്നുകൊണ്ട് മുസ്ലിം സമൂഹത്തിൽപ്പെട്ട കുട്ടികളും ധാരാളമായി മദ്യം കഴിക്കുന്നതിൻ്റെ പ്രധാന കാരണം 1, മാതാപിതാക്കളുടെ ശ്രദ്ധക്കുറവ്, 2, മാതാപിതാക്കളിൽ പലരും ഇത് ഉപയോഗിക്കുന്നുണ്ട്, 3-ാമത്തേത് വ്യാപകമായി ഇത് ലഭ്യമാകുന്നുണ്ട്, 4-ാമത്തേത് കുട്ടികൾ ഇതിൻ്റെ മതവിധി കൃത്യമായി മദ്രസകളിൽ പോയി മതപാഠശാലയിൽ പോയി പഠിച്ചിട്ടില്ല. അതുകൊണ്ട് ആദ്യമായി എനിക്ക് സൂചിപ്പിക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യം, ഖുർആനിലൊരു ആയത്തുണ്ട്, വൽ ബലദു ത്വയ്യിബു യഖ്റുജു നബാതുഹു ബിഇദ്നി റബ്ബിഹി വല്ലദീ ഖബസ ലാ യഖ്റുജു ഇല്ലാ നകിദ എന്നാണ്. അതിൻ്റെ അർത്ഥം കർഷകർക്കൊക്കെ അറിയാം. നല്ല ഭൂമിയിലെ നല്ല വിളയുണ്ടാവും, ചീത്ത ഭൂമിയിൽ വിള അത്ര നന്നായി ഉണ്ടാവില്ല, കുറവായിരിക്കും. അപ്പം നല്ല ഭൂമിയിലെ നല്ല വിളയുണ്ടാകൂ എന്ന് പറഞ്ഞാൽ കൗടുംബിക ചുറ്റുപാട് നല്ലതാണെങ്കിലേ കുട്ടികൾ നന്നാവും. അവിടെയാണല്ലോ കുട്ടികൾ വിളയുന്നത്. ഇനി അതിനും അല്പം പുറകോട്ട് പോയാൽ തറ നന്നായെങ്കിലേ വീടിന് സ്ട്രെങ്ത് ഉണ്ടാവും. സ്വാഭാവികമായും ഫൗണ്ടേഷൻ ഭംഗിയായെങ്കിലല്ലേ അതിന് മുകളിലെടുക്കുന്ന കെട്ടിടം നന്നാവും. വ്യതിചലനത്തെക്കുറിച്ച് പിന്നീട് പറയേണ്ടതാണ്. ആദ്യം പറയേണ്ടത് തറയെക്കുറിച്ചാണ്. ഇന്ന് നടക്കുന്ന നമ്മുടെ കുട്ടികളുടെ വിവാഹങ്ങൾ എങ്ങനെയാണ്? ആലോചിച്ചും അന്വേഷിച്ചും മാതാപിതാക്കൾ തിരഞ്ഞെടുക്കുന്നതാണോ? അല്ലല്ലോ. മറിച്ച് യുത്തവാസുൽ അത്ബാഖ് എന്ന് പറഞ്ഞ പോലെ, എന്ന് പറഞ്ഞാൽ രാജ്യാന്തര ബന്ധങ്ങൾ, വിദൂര ബന്ധങ്ങൾ വർദ്ധിക്കുകയാണ്. ആളെ കണ്ടിട്ട് പോലും ഉണ്ടാവില്ല. ട്വിറ്ററിൽ പരിചയപ്പെട്ടതാവും, വാട്സപ്പിൽ പരിചയപ്പെട്ടതാവും, ഫേസ്ബുക്കിൽ പരിചയപ്പെട്ടതാവും, ആളെ കണ്ടിട്ട് പോലും ഉണ്ടാവില്ല. അതാണ് വിദേശ ബന്ധങ്ങൾ വർദ്ധിക്കുകയും അതേ സമയത്ത് വ്യക്തിബന്ധങ്ങളും കുടുംബ ബന്ധങ്ങളും തകരുകയും ചെയ്യുന്ന ഒരു കാലം വരും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. വളരെ കൃത്യമല്ലേ അത്? അന്യദേശ ബന്ധങ്ങൾ വർദ്ധിക്കുകയും തൻ്റെ കുടുംബത്തോടും സുഹൃത്തുക്കളോടുമുള്ള ബന്ധം കുറഞ്ഞു വരികയും ചെയ്യുന്ന ഒരു കാലം. ആ കാലം വന്നില്ലേ?
ആളുകൾ വാട്സപ്പ് ഉപയോഗിച്ചുകൊണ്ട് അവർ ശരിക്കും ചാറ്റ് ചെയ്യുന്നു, അടുത്തുള്ളയാളെ പരിഗണിക്കുന്നില്ല. ഒന്നിച്ചൊരു ബസ്സിലിരിക്കുന്നവർ പോലും, ഒന്നിച്ചൊരു ബസ് സ്റ്റോപ്പിലിരിക്കുന്നവർ പോലും, ഒന്നിച്ച് യാത്ര ചെയ്യുന്നവർ പോലും അവരുടെ മൊബൈലിലുള്ള വിദൂര സുഹൃത്തുമായിട്ടാണ് ബന്ധപ്പെടുന്നത്. അതല്ലേ നമ്മൾ കാണുന്നത്? ഈ ഒരു കാലം വന്നു. അതുകൊണ്ട് തന്നെ മാതാപിതാക്കളുടെ കെയറിലല്ല കുട്ടികൾ, അവർ സോഷ്യൽ മീഡിയയിലാണ്. അതിലൂടെ പരിചയപ്പെടുന്ന ഒരാളെ വിവാഹം കഴിക്കുന്നു. ആ വിവാഹം ഒരുപക്ഷെ ഒരു ദുരിതത്തിൽ കലാശിച്ചേക്കാം, ചിലപ്പോൾ നേരെ ആയേക്കാം. മാതാപിതാക്കളുടെ അനുഗ്രഹം ഇല്ലായിരിക്കാം. ഒരു കാര്യം അത്. ഇതാണ് തുടക്കത്തിൽ തറ പിഴച്ചു എന്ന് പറയുന്നത്. 2, ഈ വിവാഹം തന്നെ നടത്തുന്നത് എങ്ങനെയാണ്? ഏറ്റവും ആഭാസകരമായി വിവാഹം നടത്തി ഷൈൻ ചെയ്യാനും വെറൈറ്റി കാണിച്ചുകൊണ്ട് സമൂഹത്തിൽ ഒരു പ്രത്യേക ശ്രദ്ധ പിടിച്ചു പറ്റാനുമാണ് പലരും ശ്രമിക്കുന്നത്. കണ്ണൂർ ജില്ലയിലെ ഒരു സ്ഥലത്ത് പോലീസ് വന്ന് കേസെടുത്തത് ഒരു കല്യാണ പന്തലിൽ. ചെറുപ്പക്കാർ വന്നു, അവർ വൃത്തികേട് കാണിച്ചു, കാരണവന്മാർ ഉപദേശിച്ചു, കാരണവന്മാരുടെ മേൽ തട്ടിക്കേറിയപ്പോൾ അടിയായി, നാട്ടുകാരടിച്ചു, അതിൻ്റെ പേരിൽ കേസെടുത്തു. അവൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സുദിനമാണ് കല്യാണ ദിനം. ആ കല്യാണ ദിനത്തിലാണ് ഈ അടിയും പോലീസും കേസും. പിന്നെ അതിലുണ്ടാകുന്ന കുഞ്ഞുങ്ങളുടെ അവസ്ഥ എന്താ? തുടക്കം നന്നാവാതിരുന്നാൽ JCBയിൽ പുതിയാപ്പിള പോവുക. അതുപോലെ തന്നെ കല്യാണം വെറും ആർഭാടമാക്കുക. പാവപ്പെട്ടവൻ ഒരിറ്റ് വെള്ളത്തിന് വേണ്ടി, അല്ലെങ്കിൽ അന്നത്തിന് വേണ്ടി, അല്ലെങ്കിൽ ഒരു മകളെ കെട്ടിക്കുന്നതിന് വേണ്ടി പ്രയാസപ്പെട്ട് നിൽക്കുന്ന ഒരു അയൽവാസി അടുത്തുണ്ടെന്നിരിക്കെ അവരെപ്പോലും അവഗണിച്ചുകൊണ്ട് നമ്മൾ വലിയ കല്യാണം ആർഭാടകരമായി നടത്തും. കല്യാണം നന്നായി നടത്തേണ്ട എന്നല്ല അതിൻ്റെ അർത്ഥം. അവനവൻ്റെ അവസ്ഥക്കൊപ്പ് ഒപ്പിച്ച് എല്ലാവരെയും പരിഗണിച്ച് നടത്താം. പക്ഷെ എന്നാൽ ഒരു ജീവകാരുണ്യ പ്രവർത്തനം നടത്താതെ ഇത്തരം ആഭാസങ്ങളിലൂടെ നടത്തുമ്പോൾ ആ പാവങ്ങളുടെ ഒരു ശാപം നമ്മുടെ മുമ്പിലുണ്ടാവും. കണ്ടില്ലേ, വെറുതെ കുറേ പണം കളയുന്നു, ഞങ്ങൾക്കാണെങ്കിൽ 5 പൈസയില്ല എന്നൊരു മനോഗതം അവരെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമാണ്. അതിൻ്റെ ഒരു പ്രത്യാഘാതം ആ കല്യാണത്തിനുണ്ടാകും. എന്ന് കരുതി കല്യാണം ആർഭാടകരമായി നടത്തണ്ട എന്ന് പറയുന്നതിന് പകരം കല്യാണം ആഘോഷമായി നടത്താം, ആഭാസകരമായി മോശപ്പെട്ട രീതിയിൽ നടത്തരുത് എന്നേ നമ്മൾ പറയേണ്ടതുള്ളൂ. കാരണം ഒരാളുടെ സ്റ്റാൻഡേർഡിനനുസരിച്ച് അദ്ദേഹം നല്ല ഭക്ഷണം വെച്ച് ആളുകളെ വിളിച്ചുകൊണ്ട് കല്യാണം നടത്തുന്നത് തെറ്റല്ല. ചില ആളുകളൊക്കെ തൻ്റെ മകളുടെ കല്യാണം നടത്തുന്നതോടുകൂടി പാവപ്പെട്ട പെൺകുട്ടികളുടെ കല്യാണവും ഭംഗിയായി നടത്താറുണ്ട്. അവരെ നമുക്ക് കുറ്റപ്പെടുത്താനാവില്ല. സ്വാഭാവികമായും ഇതിലൊക്കെ ഒരു പരിധിയും പരിമിതിയും നമ്മൾ കാത്തു സൂക്ഷിക്കണം. നമ്മുടെ കല്യാണങ്ങളൊക്കെ പരിധി വിടുന്നുണ്ട്, നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ പരിധി വിടുന്നുണ്ട്. അള്ളാഹുവിനെ മറന്നുകൊണ്ട് ഭൂമിയിൽ മനുഷ്യൻ പെരുമാറുമ്പോൾ അതിൻ്റെ പ്രത്യാഘാതങ്ങൾ സ്വാഭാവികമായും വരും. അതൊക്കെയാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തലമുറ തെറ്റ് ചെയ്യുമ്പോൾ ആ കുട്ടികളെ മാത്രം കുറ്റം പറഞ്ഞിട്ടൊരു കാര്യവുമില്ല. രക്ഷിതാക്കളോടാണ് ചോദിക്കേണ്ടത്, ഈ കുട്ടികളെ നിങ്ങൾ എന്തുകൊണ്ട് ശ്രദ്ധിച്ചില്ല? എന്തുകൊണ്ട് ഈ കുട്ടികൾക്ക് നിങ്ങൾ ആവശ്യമായ ഉപദേശം നൽകിയില്ല? ഇതൊക്കെ കേൾക്കുന്നൊരു പ്രായമുണ്ടായിരുന്നല്ലോ. എന്തുകൊണ്ട് ഈ കുട്ടികൾക്ക് നിങ്ങൾ കൃത്യമായി മതബോധനം നൽകിയില്ല? നിങ്ങൾ കേവലം ഭൗതികമായി നിങ്ങളെ മകനെ വളർത്താൻ ശ്രമിച്ചത് കൊണ്ടല്ലേ ഇത് സംഭവിച്ചത്? ഇല്ലെങ്കിൽ ഇത് സംഭവിക്കില്ലല്ലോ. എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്? ഇൽസമു ഔലാദക്കും വ അക്സനു ആദാബക്കും എന്നാണ്. നമ്മൾ കുട്ടികളെ ചേർത്ത് പിടിക്കണം. നമ്മുടെ കുട്ടി വലുതായി എന്ന് കരുതി അവനെ കയറൂരി വിടരുത്. എന്നാൽ അവനെ കൂട്ടിലിട്ട് നിയന്ത്രിക്കുകയും ചെയ്യരുത്. മറിച്ച് എന്താ ചെയ്യേണ്ടത്? എല്ലായ്പ്പോഴും അവനോട് ബന്ധപ്പെട്ട് അവനുമായി കുശലം പറഞ്ഞ് ഒരു സുഹൃത്ത് ബന്ധം, അല്ലെങ്കിൽ ഒരു സ്നേഹബന്ധം, അല്ലെങ്കിൽ ഒരു പിതൃപുത്ര ബന്ധമാണെങ്കിലും അതൊരു സൈക്കോളജിക്കലായിട്ടുള്ള ഒരു ബന്ധം ശരിക്കും നമ്മൾ സ്ഥാപിച്ചിരിക്കണം. നമ്മുടെ കുട്ടി SSLCക്ക് പഠിക്കുന്നു, അല്ലെങ്കിൽ ഹൈസ്കൂളിലായി, 1ാം ക്ലാസ്സിൽ കുട്ടി പഠിക്കുമ്പോൾ നമ്മൾ കുട്ടിയുടെ പിന്നാലെ ഉണ്ടാവും. ബാഗ് എടുത്തു കൊടുക്കാൻ, വസ്ത്രം എടുത്തു കൊടുക്കാൻ, വെള്ളക്കുപ്പി കൊടുക്കാൻ. അവൻ UPയിൽ എത്തുമ്പോൾ നമ്മൾ കുറേയൊക്കെ അവൻ്റെ വിഷയങ്ങൾ അന്വേഷിക്കും. അവൻ അത് കഴിഞ്ഞ് ഹൈസ്കൂളിലെത്തി 10ാം ക്ലാസ്സിലൊക്കെ ആകുമ്പോഴേക്കും A+ കിട്ടുന്ന കാര്യം മാത്രമേ അവനോട് സംസാരിക്കാറുള്ളൂ. A+ വേണം, A+ വേണം. അവന് സ്നേഹം കൊടുക്കാറുണ്ടോ? അവനോട് നല്ല നിലക്ക് സംസാരിക്കാറുണ്ടോ? അവൻ്റെ കൂട്ടുകാരാരാണെന്ന് പരിശോധിക്കാറുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, കൂട്ടുകാരിലൂടെയാണ് മനുഷ്യൻ പലപ്പോഴും മോശത്തിലേക്ക് പോകുന്നത്. ഫൽ യൻദുർ മൻ യുഖാലിലുഹു എന്ന് പറയാൻ കാരണം എന്താ? നീ ആരോട് കൂട്ടുകൂടുന്നു എന്ന് നീ ചിന്തിക്കണം. എൻ്റെ മകൻ ആരോടാണ് കൂട്ടുകൂടുന്നത് എന്ന് ഞാൻ ചിന്തിക്കണം. എന്നിട്ട് ഞാൻ ആ മകൻ്റെ ചീത്ത കൂട്ടുകെട്ടിൽ നിന്നും അവനെ മോചിപ്പിക്കാൻ ശ്രമിക്കണം. അത് സ്വാഭാവികമാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം. അതൊന്നും ചെയ്യാതെ കുട്ടിയെ വെറുതെ കയറൂരി വിടുക, ഇൽസമു ഔലാദക്കും എന്ന് പറഞ്ഞ കുട്ടികളെ ചേർത്ത് പിടിക്കലില്ലാതാവുക. ഒരു നിശ്ചിത പ്രായമെത്തിയാൽ കോളേജിലൊക്കെ പഠിക്കുന്ന കുട്ടി അവൻ്റെ പഠനത്തെക്കുറിച്ചോ അല്ലെങ്കിൽ അവൻ്റെ കോളേജിലെ ആക്ടിവിറ്റീസിനെ കുറിച്ചോ അവൻ്റെ ബിഹേവിയറിനെ കുറിച്ചോ രക്ഷിതാവ് ചിന്തിക്കാറില്ല. രക്ഷിതാവ് വേറെ വഴിക്ക് പണം ഉണ്ടാക്കാൻ പോകുന്നു, അല്ലെങ്കിൽ അയാൾ ഗൾഫിൽ പോകുന്നു, മാതാവ് വീട്ടുപണിയിൽ ഏർപ്പെടുന്നു, കുട്ടി ചോദിക്കുന്ന പണം കൊടുക്കുന്നു. ഈ കുട്ടിക്ക് സ്നേഹം കൊടുക്കുന്നില്ലെന്ന് മാത്രമല്ല, നിർദ്ദേശങ്ങളും കൊടുക്കുന്നില്ല. അവൻ നിരീക്ഷിക്കപ്പെടുന്നില്ല. അവൻ്റെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ വിലയിരുത്തുന്നില്ല. ശരിക്കും ഒരു കൗൺസിലറുടെ മുമ്പിൽ ചെന്നുകൊണ്ട്, അല്ലെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റിന്റെ മുമ്പിൽ ചെന്നുകൊണ്ട് കൗൺസിൽ ചെയ്യുന്നതിന് പകരം നമുക്ക് തന്നെ വീട്ടിലിരുന്ന് കുട്ടികളോട് സംസാരിക്കാമല്ലോ. അവരുടെ മനസ്സിലെ വിഷമങ്ങൾ, അവരുടെ പ്രയാസങ്ങൾ. പലപ്പോഴും മാതാവും പിതാവും ശണ്ട കൂടുന്ന വീട്ടിലെ കുട്ടികൾ മദ്യപാനികളാകാറുണ്ട്, മയക്കുമരുന്നിലേക്ക് പോകാറുണ്ട്, വിഷാദ രോഗികളാവാറുണ്ട്.
വീട്ടിൽ നിന്ന് വേണ്ടത്ര സ്നേഹം കിട്ടാത്ത കുട്ടികൾ പലപ്പോഴും അങ്ങനെ വരാറുണ്ട്. വീട്ടിൽ നിന്ന് കുട്ടികളെ തീരെ ശ്രദ്ധിക്കാതെ വെറും പഠിക്കുക എന്ന് നിർബന്ധിച്ചുകൊണ്ട് പഠനത്തിനപ്പുറം ഈ കുട്ടിക്ക് ആവശ്യമായ കാര്യങ്ങളിലേക്ക് ഒന്നും ചിന്തിക്കാതെ അവൻ്റെ വ്യക്തിപരമായ താല്പര്യങ്ങളൊന്നും പരിഗണിക്കാതെ വളരെ കൃത്യമായി ഒരു പട്ടാള ഭരണം നടത്തുന്ന രക്ഷിതാക്കളുണ്ട്. അതുകൊണ്ടൊന്നും പ്രയോജനമില്ല. രക്ഷിതാക്കൾ പലതരത്തിലുണ്ട്. പാരന്റിങ് എന്ന് പറയുന്ന ഒരു കോഴ്സ് ഉണ്ടല്ലോ, പാരന്റിങ് എന്ന് പറയുന്ന മനഃശാസ്ത്രപരമായ ഒരു പാരന്റിങ് ഉണ്ട്. ആ പാരന്റിങ് ശരിക്കും നമ്മുടെ രക്ഷിതാക്കൾ നേടിയെടുത്താൽ ഒരു പരിധിവരെ ഇതൊക്കെ മാറ്റാൻ കഴിയും. അതുകൊണ്ട് കുട്ടികളെ മാത്രം കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. കുട്ടികളോട് പെരുമാറേണ്ട വിധം പെരുമാറുകയും നിയന്ത്രിക്കേണ്ട വിധം നിയന്ത്രിക്കുകയും സ്നേഹം അവർക്ക് അർഹമായ അളവിൽ ലഭ്യമാക്കി കൊടുക്കുകയും അതോടൊപ്പം നിയന്ത്രണത്തിൻ്റെ രേഖ ലംഘിക്കാതിരിക്കുകയും ചെയ്യുക എന്നതാണ് ഒരു രക്ഷിതാവിൻ്റെ കടമ. ആദ്യം രക്ഷിതാവാകണം. സമൂഹത്തിൽ മുസ്ലിം സമൂഹം അപമാനിക്കപ്പെടുന്ന തരത്തിലുള്ള പ്രവർത്തനത്തിലേക്ക് നമ്മൾ പോകരുത്. കാലാന്ത്യം വരുമ്പോൾ അങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. തുസഹറുഫുൽ മഹാരീബ്, മിഹ്റാബുകളൊക്കെ വളരെ മനോഹരമാകും. നിങ്ങൾ ഏത് പള്ളിയിൽ കയറി നോക്കൂ, എത്ര മനോഹരമാണ് പള്ളികൾ. ബാത്റൂം മുതൽ മിനാര വരെ ടൈൽസ് ഒട്ടിച്ച മനോഹരമായ പള്ളി, AC, ഫാൻ, കാർപ്പറ്റ്, എന്ത് മനോഹരം. അവിടെ തന്നെ പറഞ്ഞു തുസഹറഫുൽ മഹാരീബു, മിഹ്റാബുകൾ വളരെ ഭംഗിയാകും, വളരെ മനോഹരമാകും. പക്ഷേ തുഹറബുൽ കുലൂബ്, ഹൃദയങ്ങൾ വളരെയധികം ഹറാബാവുക എന്ന് പറഞ്ഞാൽ ഹൃദയങ്ങൾ ഒന്നുമല്ലാതാവുക, ഹൃദയങ്ങളിൽ ഗുണമില്ലാതാവുക, ഹൃദയം നന്മയില്ലാത്ത ഹൃദയങ്ങളാവുക. പള്ളിയിൽ അടുത്ത് നിൽക്കുന്നവർ പോലും തമ്മിൽ സ്നേഹമില്ല, ബന്ധങ്ങളില്ല. ആ ഒരു അവസ്ഥയിൽ നമ്മൾ നമസ്കരിക്കുന്നു. നിസ്കാരം തന്നെ ഒരു ഐക്യത്തിൻ്റെ പ്രതീകമാണ്. ഐക്യം നഷ്ടപ്പെട്ടു. സ്വാർത്ഥ താല്പര്യമുള്ളവരായി പലരും. യഥാർത്ഥ ഇസ്ലാമിലേക്ക് ആളുകൾ മടങ്ങിയാൽ ഈ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം ഉണ്ടാവും. പള്ളി മനോഹരമാക്കരുത് എന്നല്ല അതിൻ്റെ അർത്ഥം. പള്ളി മനോഹരമാകട്ടെ, പള്ളിയിൽ നിസ്കരിക്കുന്ന മനുഷ്യൻ്റെ മനസ്സും മനോഹരമാകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്ത് നിസ്കരിച്ചിരുന്ന ഓല മറച്ച പള്ളിയിലായിരുന്നു. താരീഖിലുണ്ടൊരു വാചകം, നായകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുമായിരുന്നു. പള്ളിയിലൂടെ നായകൾ ഓടുമായിരുന്നു എന്ന് പറഞ്ഞാൽ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ അടച്ചുറപ്പില്ലാത്ത കെട്ടിടമെന്നർത്ഥം. കാനത്തിൽ കിലാബു തുക്ബിലു വ തുദ്ബിറു എന്നാണ് ഹദീസ്. ഇമാം ബുഖാരി തങ്ങൾ ഉദ്ധരിച്ചതാണ്. നായ്ക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്ന പള്ളി. പക്ഷെ അവിടെ നിസ്കരിച്ചിരുന്ന ആളുകളുടെ മനസ്സിന് നല്ല മനോഹാരിത ഉണ്ടായിരുന്നു. നമ്മുടെ പള്ളിക്ക് നല്ല മനോഹാരിതയുണ്ട്, മനസ്സിന് മനോഹാരിതയില്ല. അവരെ പള്ളിക്ക് മനോഹാരിത ഉണ്ടായിരുന്നില്ല, പക്ഷെ മനസ്സുകൾക്ക് നല്ല മനോഹാരിത ഉണ്ടായിരുന്നു, നല്ല സ്നേഹം ഉണ്ടായിരുന്നു, നല്ല കാരുണ്യം ഉണ്ടായിരുന്നു. ഭാര്യാഭർത്തൃ ബന്ധങ്ങളൊക്കെ തകരുന്നത് എന്തുകൊണ്ടാണ്? പ്രേമം മാത്രം പോരാ. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത് വജഅല ബൈനക്കും മവദ്ദത്തം വറഹ്മ. മവദ്ദത്തും വേണം, റഹ്മത്തും വേണം. പ്രേമം മാത്രം പോരാ, കാരുണ്യവും വേണം. ഭാര്യയ്ക്കൊരു ബുദ്ധിമുട്ട് വരുമ്പോൾ പ്രേമം ഇല്ലാതാവാൻ പാടില്ല. അവളോട് കരുണയുണ്ടെങ്കിൽ അവളെ പരിരക്ഷിക്കും. ഭർത്താവ് ആക്സിഡൻ്റ് ആയി കിടന്നാൽ ഭാര്യയ്ക്ക് കരുണ നഷ്ടപ്പെടാൻ പാടില്ല. പ്രേമം ചിലപ്പോൾ നഷ്ടപ്പെടും. ഇനി ഇയാളെ കൊണ്ട് എന്താ കാര്യം? പക്ഷെ കരുണ വേണം. ഈ കാരുണ്യം എടുത്തു നീക്കപ്പെടുന്ന ഒരവസ്ഥയാണ് ഇന്ന് സമൂഹത്തിൽ കാണുന്നത്. അതാണ് കൊലപാതകങ്ങൾ വർദ്ധിക്കുന്നത്. ഇതിനെക്കുറിച്ചും പ്രവാചകർ പറഞ്ഞൊരു വാചകമുണ്ട്. അവസാനം ഒരു കാലം വരും, ലാ എതിരിൽ കാത്തിലി ലിമ കത്തല. കൊന്നവൻ അറിയില്ല എന്തിനാ ഞാൻ കൊന്നത്. വലൽ മക്കത്തൂൽ, കൊല്ലപ്പെട്ടവൻ അറിയില്ല ലിമ കുത്തില, എന്തിനാണ് എന്നെ കൊന്നത്. മരിച്ചവരറിയില്ല എന്നെ എന്തിനാ കൊന്നതെന്ന് അവനറിയില്ല. അതുപോലെ തന്നെ ഈ കൊല്ലാൻ കൂട്ടുനിന്ന ആളുകളും കൊന്നവർ എന്തിനാണ് അവനെ കൊന്നതെന്ന് അറിയില്ല. കാരണം കൊല്ലാൻ വേണ്ടി ചെയ്തതാവില്ല, അവരുടെ പ്രവർത്തനം അങ്ങനെ ആയിപ്പോയി. അപ്പൊ കൊന്നവൻ എന്തിനു കൊന്നു എന്നും കൊല്ലപ്പെട്ടവന് എന്തിന് എന്നെ ഇവർ വധിച്ചു എന്നും അറിയാത്തൊരു കാലഘട്ടം വരും. അത് വന്നിരിക്കുന്നു. അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ വരുമെന്ന് പ്രവാചകർ പറഞ്ഞാൽ അത് സംഭവിക്കാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണമെന്നാണ് അതിൻ്റെ അർത്ഥം. സൂക്ഷ്മത പാലിക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. ഇതാണ് നിങ്ങൾക്ക് നൽകാനുള്ള പ്രധാനപ്പെട്ട സന്ദേശം. ഈ സൂക്ഷ്മതയിലേക്ക്, ശ്രദ്ധയിലേക്ക്, മതബോധത്തിലേക്ക്, മതബോധത്തോടൊപ്പം എത്ര ഭൗതിക വിദ്യയും നേടാം, എത്ര ഉയർന്നു പോകാം, അടിത്തറ മതബോധമായിരിക്കണം. മതത്തിൻ്റെ ചട്ടക്കൂടിൽ ശരിക്കും നിൽക്കുന്ന ഒരു മനുഷ്യന് ഇതൊന്നും ചെയ്യാൻ കഴിയില്ല. അതാണ് ഇസ്ലാം. നിന്റെ മനസ്സിൽ പ്രയാസമുണ്ടാക്കുന്ന, മനസ്സിൽ വിഷമമുണ്ടാക്കുന്ന ഒരു സംഗതി നീ ചെയ്യരുത്. അങ്ങനെ ചെയ്യാതിരിക്കുമ്പോഴാണ് മനുഷ്യൻ മനുഷ്യനാകുന്നത്. അങ്ങനെ മനുഷ്യനാകുന്ന പ്രക്രിയയാണ് ഇസ്ലാം ഒരുപാട് നിർദ്ദേശങ്ങളിലൂടെ പഠിപ്പിക്കുന്നത്. അവിടുന്ന് പുറത്തു ചാടിയാൽ ഇതൊക്കെ സംഭവിക്കും. അള്ളാഹു നമ്മുടെ തലമുറയെ കാത്തുരക്ഷിക്കട്ടെ.